എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റ് 0.38 ആയിരുന്നു നിഫ്റ്റി ക്ലോസിങ്. അതുപോലെ ബാങ്ക് നിഫ്റ്റി 0.39+ ക്ലോസ് ചെയ്തിരിക്കുന്നത്. നല്ല മൂവ്മെൻറ്റ് ഷെയർസിനകത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും നല്ല രീതിയിൽ ഇറങ്ങിപ്പോയതായിട്ട് അതിൽ കുറച്ച് ഷെയറിനകത്തൊക്കെ സെലക്റ്റഡ് നല്ല ഷെയറിനകത്തൊക്കെ നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് നമ്മൾ ചൊവ്വാഴ്ചത്തേന് നമുക്ക് ഷോർട്ട് സെല്ല് ചെയ്യാൻ ചാൻസ് കിട്ടാൻ സാധ്യതയുള്ള ഷെയറുകളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഏകദേശം 18 ഷെയർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന 2 ഷെയറുകൾ വന്നിട്ട് ആവറേജിന് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഷെയർ അടുത്ത ദിവസം ഈ ആവറേജിന് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുകയാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. കാരണം അത് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിലോ അതല്ല R1 റേഞ്ചിലോട്ട് വരാൻ ചാൻസ് കാണത്തില്ല കൂടുതലും. അപ്പോൾ നമുക്ക് ഈ ചാൻസാണ് ഉള്ളത്. അത് കൂടാതെ ചില ഷെയറൊക്കെ വന്നിട്ട് ക്ലോസിങ്ങും ആവറേജും തമ്മിൽ ഏകദേശം അടുത്തടുത്തൊക്കെ ആണെങ്കിൽ ആ ഷെയർസിനകത്ത് നമുക്ക് ആവറേജിന് താഴെ പോകുമ്പം ചാൻസ് എടുക്കാം. അതായത് ഇപ്പോൾ സുദർശൻ കെമിക്കൽ നോക്കിയേ 621.75 ക്ലോസ് വന്നേക്കുന്നത്. അത് 616 ഇന്നത്തെ ആവറേജ്. നാളെ അത് ചിലപ്പോൾ ഒരു 625 വന്നിട്ട് താഴെ 626 പോകണമെങ്കിൽ പിന്നെ നമുക്ക് ആ റേഞ്ച് എടുക്കാം. കാരണം അത് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ വന്നിട്ടാണ് ഇറങ്ങുന്നത്, അവിടെ എടുക്കാം. അതല്ല ഒരു 620-22 വന്നിട്ട് താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നമ്മൾ ഈ ലെവലിന് താഴെ പോവുകയാണെങ്കിൽ നമ്മൾ ചാൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഈ ആദ്യം പറഞ്ഞില്ല, ഏറ്റവും കൂടുതൽ ചാൻസ് ഇതായിരിക്കും, ആവറേജിന് താഴെ ക്ലോസ് ചെയ്ത ഷെയർ. പിന്നെ ആവറേജും ക്ലോസിങ് ഏകദേശം അടുത്തടുത്ത് വരുന്ന ഷെയറുകൾ അത് ചെറിയ ഒരു 0.5% 1% ഒക്കെ അപ്പിൽ പോയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്യും. അവിടെ നോർമൽ നമ്മൾ ചെയ്യുന്നത് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ വന്നിട്ട് ഇറങ്ങുമ്പോഴോ R1 റെസിസ്റ്റൻസ് 1, 2, 3 അതായത് R1, R2, R3 റേഞ്ചിന് മുകളിൽ പോയിട്ട് ഏത് റേഞ്ചിൽ നിന്നാണോ ഫസ്റ്റ് ടൈമിൽ ഇറങ്ങുന്നത് ആ റേഞ്ചിൽ നിന്ന് നമ്മൾ സെല്ല് ചെയ്യും. ഇപ്പം എക്സാമ്പിൾ ഈ മുദ്ര എന്ന് പറയുന്ന ഈ ഷെയർ 873.40 അതിൻ്റെ R1. ഈ റേഞ്ചിന് മുകളിൽ പോയതിന് ശേഷം അത് തിരിച്ച് താഴോട്ട് ഇറങ്ങുമ്പോൾ ഇപ്പോൾ 876 വരും, അല്ലെങ്കിൽ 880 വരെ പോയിട്ട് 873 താഴോട്ട് ട്രേഡ് എടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യും. സെല്ല് ചെയ്തിട്ട് ആ സമയത്ത് ഹൈ 880 ആണെങ്കിൽ 80 മുകളിൽ കൊണ്ടുപോയി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇടും. താഴെ നോർമൽ താഴെ വരുവാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടത്. ചില സമയത്ത് നമ്മളിപ്പം 873 അടിച്ചു, നമ്മൾ നോർമൽ അതൊരു 5 രൂപ താഴോട്ട് വന്നു, തിരിച്ച് കയറിപ്പോയി 880 ഹൈ അടിച്ചെന്ന് വെച്ചോ. 880 ഹൈ അടിച്ചെങ്കിൽ ഓക്കെ, നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചു, നമ്മൾ ലോസ് ബുക്ക് ചെയ്തു. പിന്നെ പെട്ടെന്ന് പോയി ട്രേഡ് എടുക്കരുത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ആ ഷെയർ തിരിച്ച് വീണ്ടും ഈ റേഞ്ചിന് താഴെ തന്നെ പോകണം. 870 താഴെ തിരിച്ചിറങ്ങിയാൽ നമുക്ക് അവിടെ ക്വാണ്ടിറ്റി അടിച്ച് സെല്ല് ചെയ്യാം. കാരണം രണ്ടാം പ്രാവശ്യം ഹൈ അടിച്ചിട്ട് തിരിച്ച് ലെവൽ കട്ട് ചെയ്താൽ നോർമൽ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലാണ് ഷെയറിനകത്ത്. അതുപോലെ അങ്ങനെ വന്നില്ല, നേരെ മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഈ R2 റേഞ്ച് നോക്കണം. R2 റേഞ്ച് പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ മാത്രമേ പിന്നെ ആ ഷെയറിനകത്ത് എൻട്രി ചെയ്യാവൂ. അതല്ല R2 കയറി മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ വെയിറ്റ് ചെയ്യുക, R3 പോകുന്നത് നോക്കുക, എങ്കിൽ മാത്രം ട്രേഡ് എടുക്കുക. ഈ ഷെയറിനകത്തെല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് കൂടുതൽ ചാൻസ് ചൊവ്വാഴ്ച തരാൻ സാധ്യതയുള്ള ഈ മുദ്രയാണ്. ഈ മുദ്ര എൻ്റെ ഒരു കാൽക്കുലേഷൻ ഇത് ചിലപ്പോൾ 840-50 റേഞ്ചിൽ പോയിട്ട് ഈ പ്രീവിയസ് ഡേ ഹൈ താഴെ വരുവാണെങ്കിൽ നല്ല ചാൻസ് എടുക്കാം. എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെ വരാനാണ് ചാൻസ് കൂടുതൽ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഷെയർ, ഞാൻ ഈ ലെവലുകൾ വരാത്ത ചില ഷെയറുകൾ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അയൺ എക്സ്ചേഞ്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 500 മുകളിൽ പോയിട്ട് ട്രേഡ് എടുക്കുവാണെങ്കിൽ തിരിച്ചിറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. ആ ഹൈയിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതി. അതിൽ നിന്ന് അങ്ങനെ വന്നിട്ട് 10-15 രൂപ ഇറങ്ങിപ്പോയിട്ടുണ്ടത്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ പറയുന്ന ഷെയറുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഈ സ്കിപ്പർ എന്ന് പറയുന്ന ഷെയർ, സ്കിപ്പർ ഒരു 300-302 പോയിട്ട് ഈ 297 താഴോട്ട് വരുവാണെങ്കിൽ ചാൻസ് എടുക്കാം. അതല്ല എങ്കിൽ 309 പോയിട്ട് വരുവാണെങ്കിലാണ് നമുക്ക് ഇച്ചിരൂടെ നല്ലത്, ഒരു 4-5% അടുത്ത് വരും അത്. അപ്പം 310-11 റേഞ്ചിൽ പോയിട്ട് ഈ 309 കിട്ടുകയാണ് നമുക്ക് ആ റേഞ്ച് എടുത്താൽ നല്ല ചാൻസ് ആയിരിക്കും അത് 300 ലെവലിലോട്ട് വന്ന് നമുക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടി. അതുപോലെ ഓൾ കാർഗോ എന്ന് പറഞ്ഞ ഈ ഷെയർ ഈ R1 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ചാൻസ് എടുക്കാം. അതുപോലെ ആസ്പിൻ വാൾ എന്ന് പറയുന്ന ഈ ഷെയർ
നമ്മളിപ്പോൾ ആവറേജ് എന്ന് ചാൻസ് എടുക്കാമെന്ന് പറഞ്ഞു. അഥവാ ആവറേജ് അല്ല നേരെ കയറി പോകണമെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ചിലപ്പോൾ 300 റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അതിനകത്ത് ട്രേഡ് എടുക്കുക. 300 റേഞ്ച് വന്നിട്ട് 297-90 എന്നുള്ള ലെവൽ താഴെ പോകണമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. പക്ഷേങ്കിൽ ആ ലെവലൊന്നും വരുന്നില്ല. നമുക്ക് ഈ ആവറേജ് കിട്ടുവാണെങ്കിൽ ആവറേജ് അവിടെ എൻട്രി എടുത്തിട്ട് നമുക്ക് ചാൻസ് എടുക്കാം. ആ സമയത്ത് വരുന്ന ഹൈയുടെ മുകളിൽ ഇപ്പോൾ 86-87 ഒക്കെ ആയിരിക്കും ആ സമയത്ത് ഹൈ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് മാറും, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ചാൻസ് തരാൻ നല്ല സാധ്യതയുള്ളത് ഈ ഡീപ്പ് ഇൻഡസ്ട്രീസും ഈ R1 ലെവൽ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ഹൈടെക് ഗിയർ കണ്ടില്ല, 700 റൗണ്ട് ഫിഗറിൽ R1 ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓപ്പറേറ്റർ ഗെയിമാണ്. ഇതിന് മുകളിൽ പോയി ട്രേഡായാൽ തിരിച്ചിറങ്ങിയാൽ നല്ല ചാൻസ് ആയിരിക്കും നമുക്ക്. ഈ ഹൈടെക് ഗിയർ, ഈ മുദ്ര, ഈ 2 ഷെയർ ശ്രദ്ധിച്ചോളാം. ഇന്ന് ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു ഈ ഷെയറിനകത്ത്. അപ്പോൾ ഇന്ന് നോർമൽ സാധാരണ ട്രേഡേഴ്സിന് പിടികൊടുക്കാത്ത രീതിയിലുള്ള മൂവ്മെൻ്റാണ് ഈ 2 ഷെയറിനകത്ത് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ഷെയർ അടുത്ത ദിവസം അത്ര ഒരു ഹെവി മൂവ്മെൻറ്റ് കാണിക്കത്തില്ല. അത് ശാന്തമായിട്ടിരിക്കുക, അല്ലെങ്കിൽ ഒന്ന് ഇറങ്ങി പോകത്തേ ഉള്ളൂ. ഹെവി മൂവ്മെൻറ്റ് കാണിക്കത്തില്ല. അതുപോലെ ഇപ്പോൾ ശാരദ എനർജി എന്ന് പറയുന്ന ഈ ഷെയർ ആണെങ്കിൽ R1-ഉം പിന്നെ ഹൈയും ഏകദേശം അടുത്തടുത്താണ്. അപ്പോൾ ഈ 2 ലെവൽ ഇപ്പോൾ 28 അല്ലെങ്കിൽ 29 പോയിട്ട് ഈ ലെവൽ ഇറങ്ങുവാണെങ്കിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. അത് കഴിഞ്ഞ് ഈ ലെവലും കട്ട് ചെയ്തെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എപ്പോഴും പ്രീവിയസ് ഡേ ഹൈയും R1-ഉം അടുത്തടുത്ത് വരികയും അതിന് 2ൻ്റെ മുകളിൽ പോയിട്ട് തിരിച്ച് ഈ 2 ലെവലിൻ്റെയും താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റിന് വേണ്ടി കൂടുതൽ ടൈം വെയിറ്റ് ചെയ്യാൻ പറ്റും. അതായത് അത് കൂടുതൽ താഴോട്ട് ഇറങ്ങാൻ ചാൻസ് കൂടുതലായിരിക്കും. ശ്രീ പിസ്റ്റൺ എന്ന് പറയുന്ന ഈ ഷെയറും എനിക്ക് തോന്നുന്നു ചിലപ്പം ഈ 2000-ന് മുകളിൽ പ്രാവശ്യം ട്രേഡാവും. 2015-നൊക്കെ മുകളിൽ ട്രേഡായിട്ട് ഈ ലെവൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. പിന്നെ അടുത്തത് ഈ FCLനകത്തും നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഒരു 400 റേഞ്ച് വന്നിട്ട് ഈ റേഞ്ച് കട്ട് ചെയ്ത് താഴെ ഇറങ്ങുവാണെങ്കിൽ നല്ലതായിരിക്കും. അതല്ല എങ്കിൽ ഈ 388 പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി എടുക്കുക. അത് തന്നെയല്ല, കിട്ടുന്ന പ്രോഫിറ്റ് ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറണം അതിനകത്ത്. അത് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു പ്രാവശ്യം ഉറപ്പായിട്ടും അതൊരു 400 ലെവലിൽ പോയി കയറി പോകാനുള്ളൊരു ചാൻസ് കാണിക്കും. അതുകൊണ്ടാണ്. പിന്നീട് നമുക്ക് ബാക്കിയുള്ള ഷെയറിനകത്തെല്ലാം ഏകദേശം നമ്മൾ നോർമൽ ചെയ്യുന്നതല്ല, ഹൈയോ R1 ഏത് ലെവലാണോ പോയിട്ട് ഇറങ്ങുന്നത് ആ സമയത്ത് നമ്മൾ ചാൻസ് എടുക്കുക. ടെക്നോ ഇലക്ട്രിക്കും അതുപോലെ R1 റേഞ്ചിൽ നിന്നൊക്കെ ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. കാർബൺ യൂണിവേഴ്സൽ 1300 പോയിട്ട് 1300 മുകളിൽ പോയിട്ട് ഈ 1286 റേഞ്ചിന് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് സെല്ല് ചെയ്ത് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. എന്തായാലും ശ്രദ്ധിക്കുക. അതുപോലെ ഈ ശോഭ എന്ന് പറയുന്ന ഷെയർ ഇത് തിങ്കളാഴ്ച ചൊവ്വാഴ്ച താഴെ പോകാൻ തന്നെയാണ് ചാൻസ്. ഇന്നത്തെ ഈ ഹൈ വരുമോ എന്ന് എനിക്ക് ഡൗട്ടാണ്. ഈ ശോഭ എന്ന് പറയുന്ന ഷെയർ ഈ ഹൈ വരുമോ എന്ന് ഡൗട്ടാണ്. അഥവാ വന്നാൽ നല്ല ചാൻസ് ആയിരിക്കും, താഴോട്ട് സെല്ല് ചെയ്ത് വിടാൻ വേണ്ടി നല്ല ചാൻസ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഷെയറുകൾ. ഈ 18 ഷെയർ എന്തായാലും നമുക്കൊരു 7-8 ഷെയർ നല്ല ചാൻസ് തരും. അപ്പം ചാൻസ് തരുന്ന ഷെയറിനകത്ത് നമ്മൾ കൃത്യമായ സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രേഡ് എടുക്കുക. ഇപ്പോൾ പുതുതായിട്ട് വീഡിയോ കാണുന്നവർക്ക് എങ്ങനെയാണ് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല എങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും നമ്മുടെ വീഡിയോസ് കൊടുത്തേക്കാം, എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നതെന്നുള്ള. ആ വീഡിയോ കണ്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം 1-2 മാസം പേപ്പർ ട്രേഡും ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള ട്രേഡ് എടുക്കാവൂ. ലൈവ് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് നല്ല ഒറിജിനൽ ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. ഹെവി മൂവ്മെൻ്റ് ആയിട്ട് നോർമൽ നമ്മൾ നല്ല മൂവ്മെൻ്റ് ഉള്ള ഷെയറാണ് എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് നല്ല ഹെവി മൂവ്മെൻ്റൊക്കെ വന്നു കഴിയുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് പേടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നിങ്ങൾ ചെറിയ ക്വാണ്ടിറ്റി ട്രേഡിങ് എടുത്ത് പഠിക്കുക, അതിന് ശേഷം മാത്രമേ ട്രേഡ് എടുക്കാവൂ. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിരുന്ന ഷെയറുകളാണ്. ഇത്രയും 17 ഷെയർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് 9 ഷെയറോളം നല്ല ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. ലെവലുകൾ വന്നിട്ട് തിരിച്ചിറങ്ങും, നല്ല രീതിയിൽ ഇറങ്ങും. അപ്പോൾ ഒരു 5-6 ഷെയർ ഞാനത് കാണിക്കാം. നമുക്ക് ചാൻസ് തന്ന ഷെയറുകൾ അതൊക്കെ ഒന്ന് കാണിച്ചിട്ട്, അത് കാണിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ
ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി, ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഒന്ന് മനസ്സിലാകണം ഇതെന്താ പരിപാടി എന്ന് മനസ്സിലാകണമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ജയ്പൂർ കുർത്ത എന്ന് പറയുന്നൊരു ഷെയർ ഉണ്ടായിരുന്നു, നമ്മളെടുത്തത് ഫസ്റ്റ് ഷെയർ. ഇതുകൊണ്ടില്ലേ, തലേ ദിവസം ഈ ഷെയർ നോക്കിയേ, തലേ ദിവസം ഹൈയിൽ പോയ ഷെയറാണ്. തലേ ദിവസം എത്ര % ഉണ്ട് നമുക്കിവിടെ നമ്മളെടുത്തതിനകത്തൊന്ന് കാണാം. 20% അപ്പാണ് ആ ഷെയർ. അതുകൊണ്ടാണ് നമ്മളെടുത്തത്. നല്ല വോളിയത്തിലുണ്ട്, 7 ലക്ഷത്തി ചില്ലാനും വോളിയുണ്ട്. അപ്പോൾ നമ്മൾ ആ ഷെയർ എടുത്തു. നമ്മൾ പറയുന്ന രീതി വരുന്നതെന്ന് നോക്കുവാണ്. അതിനകത്ത് നോക്കിയേ എന്തു വന്നത്. ഒരു മിനിറ്റ്, അത് ഹൈ ഓപ്പണിംഗ് ആണ്. ഹൈ ഓപ്പണിംഗ് വരുമ്പോൾ നമ്മൾ ലെവലുകൾ നോക്കുക. ഇത് R1-നും പ്രീവിയസ് ഡേ ഹൈ R1-ന് മുകളിലാണ് ഓപ്പണിങ്. അത് നേരെ R1-ന് മുകളിൽ ഓപ്പണായി. അതിന് ശേഷം ഒരു ഹൈ അടിച്ചു. നമ്മൾ ഈ റേഞ്ചിൽ ഇവിടെ എൻട്രി എടുക്കും. ഇവിടെ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ 65-90 എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹൈയുടെ മുകളിൽ നോർമൽ സ്റ്റോപ്പ് ലോസ് ഇടും. പക്ഷെങ്കിൽ ആദ്യത്തെ ടൈം എൻട്രി എടുക്കുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയാൽ നമ്മളെന്തോ ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ ഈ ലെവലിന് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുന്നോ നോക്കണം, അതല്ലെങ്കിൽ ഈ പഴയ ലെവലിൽ തിരിച്ച് വീണ്ടും കട്ട് ചെയ്യുന്നോ നോക്കണം. ഇത് കണ്ടില്ലേ, ഇത് പുതിയ ഹൈ അടിച്ചു, തിരിച്ച് വീണ്ടും ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ വീണ്ടും എൻട്രി എടുക്കും. ഇവിടെ 66, നമുക്കിവിടെ 1 രൂപയുടെ ലോസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ വീണ്ടും രണ്ടാമത് എൻട്രി എടുത്തിട്ട് നമ്മൾ 1.5 രൂപയുടെ മുകളിലോട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ നോക്കിയേ 59, ഏകദേശം 7 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് നമുക്ക് തരുന്നുണ്ട്. പിന്നീട് അത് കയറിയിട്ടേ ഇല്ല. രണ്ടാം പ്രാവശ്യം ഹൈ അടിച്ചിട്ട് തിരിച്ചിറങ്ങുമ്പോൾ നല്ല ചാൻസ് ഉണ്ടെന്ന് ഞാൻ ഇതിനകത്ത് ഈ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റ് പല വീഡിയോകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ചാൻസാണ് ഇവിടെ തന്നത്. രണ്ടാം പ്രാവശ്യം ഹൈ അടിച്ചു, തിരിച്ചിറങ്ങി, നമ്മൾ എൻട്രി എടുത്തു, നല്ല പ്രോഫിറ്റ്. അതിനുശേഷം ആക്ഷൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ എന്തോ ചെയ്തു, ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നു, നേരെ പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. നമ്മളിവിടെ എൻട്രി എടുക്കും. 1524 റേഞ്ചിലോട്ട് എൻട്രി എടുത്താൽ നോക്കിയേ 1 മണിക്കൂറിനുള്ളിൽ തന്നെ 1370, ഏകദേശം 54 രൂപ പ്രോഫിറ്റ്. നമുക്ക് 54 വേണം, നമുക്കൊരു 10, 15, 20 റേഞ്ചിലോട്ട് പെട്ടെന്ന് പിടിക്കാൻ പറ്റും പ്രോഫിറ്റ്. അതിൻ്റെ ആവശ്യമുള്ളൂ. അടുത്ത ഷെയർ റിലയൻസ് ഇൻഫ്ര. റിലയൻസ് ഇൻഫ്ര അതുപോലെ ഓപ്പണിങ്ങിൽ നേരെ പോയി R1-ന് മുകളിൽ പോയി. ഇവിടെ നമ്മൾ എൻട്രി എടുക്കും. 281-ന് നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് 275 സംതിങ്, 275.40, അത് ഏകദേശം 5-6 രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതിനുശേഷം വീണ്ടും പോയി ഹൈ അടിക്കുമ്പോൾ നമ്മൾ എന്തോ ചെയ്യേണ്ടത്, നമ്മൾ വെയിറ്റ് ചെയ്യുക. അടുത്ത ചാൻസ് മുകളിലോട്ട് പോകുന്നുണ്ട്, അതാ തിരിച്ചിറങ്ങി നമ്മൾ എൻട്രി എടുത്തു, ഹൈലി സ്റ്റോപ്പ് ലോസ് ഇട്ടു. അത് അവിടുന്ന് വീണ്ടും ഇവിടെ ഒരു 5 രൂപ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. വീണ്ടും ഇവിടുന്ന് 81 അത് നേരെ 273 വരെ പോയി. അതായത് 8 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. പിന്നെ അത് ഈവനിങ് വരെയും കിടന്ന് ഇതേ ട്രേഡിംഗ് ആണ്. പിന്നെ ലാസ്റ്റിൽ ഒരു ഹൈ അടിച്ച് ഇവിടെ നമ്മൾ ട്രേഡ് എടുക്കത്തില്ല. കാരണം 3 മണി കഴിഞ്ഞാൽ നോർമൽ, 2:45, 3 മണി കഴിഞ്ഞാൽ പിന്നെ ട്രേഡ് എടുക്കാതിരിക്കുന്നത് എപ്പോഴും നല്ലത്. അതിനെപ്പോഴും അത് പറയാറുണ്ട്. അതിന് ശേഷം നമുക്ക് ചാൻസ് തന്ന ഷെയർ തിത്താഗ്രോ വാഗൺ. ഓപ്പണിങ് ഡൗണിലായിരുന്നു. ഡൗണിൽ കുറേ നേരം ട്രേഡായി. അതിന് ശേഷം എന്ത് ചെയ്തു, ഇത് കണ്ടില്ലേ, സെൻട്രൽ പിവോട്ടിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു, നേരെ കയറിപ്പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, തിരിച്ചിറങ്ങി. നമ്മളന്നേരം ഇവിടെ എൻട്രി എടുക്കുക. 900-ന് എൻട്രി എടുത്താൽ നമുക്ക് 890, 853, ഏകദേശം 17 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. പിന്നെ അത് കയറിയിട്ടില്ല, ഒരു പ്രാവശ്യമേ ഹൈ അടിച്ചിട്ടുള്ളൂ. അതിനുശേഷം വാൾമർ ലോറി എന്ന് പറയുന്നൊരു ഷെയർ.
ഇതുണ്ടല്ലേ, ഡൗൺ ഓപ്പണിംഗ് വന്നു, നേരെ പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. പ്രീവിയസ് ഡേ ഹൈ അടിച്ച് 230 അതിന് താഴോട്ട് ഇറങ്ങിയപ്പോൾ നമ്മൾ എൻട്രി എടുത്തു. ചെറിയ പ്രോഫിറ്റുകൾ ഇതിനകത്ത്. വീണ്ടും പോയി ഹൈ അടിക്കുന്നു, വീണ്ടും ഇറങ്ങുന്നു. പക്ഷേ ഇതിനകത്ത് നമ്മൾ ട്രേഡ് എടുത്താൽ ബെനിഫിറ്റ് വരത്തില്ല. ചെറിയ 2 രൂപ പ്രോഫിറ്റേ തരുന്നുള്ളൂ. അതിനുശേഷം ജിന്ദാൽ സോ എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, തിരിച്ചിറങ്ങി. 436 നമ്മൾ എൻ്റെ എടുത്താൽ 10 മിനിറ്റ് കൊണ്ട് 422 12 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. പിന്നെ അത് ആ റേഞ്ചിൽ തന്നെ കിടന്നെങ്കിൽ വീണ്ടും ഏകദേശം അടുത്ത് പോകുന്നുണ്ട്, പിന്നെയും തിരിച്ചു വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ചാൻസ് നല്ലൊരു പ്രോഫിറ്റ് തരുന്നുണ്ട്. അടുത്തത് സോണാകോം എന്ന് പറയുന്ന ഷെയർ. സോണാകോം ഓപ്പണിങ്ങിൽ 6 മുകളിൽ പോയി തിരിച്ചിറങ്ങി. നോക്കിയേ, തിരിച്ച് ഇവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ എൻ്റെ എടുത്ത് 95 റേഞ്ച് എൻ്റെ എടുത്താൽ നമുക്ക് 82 വരെ 13 രൂപ പ്രോഫിറ്റ് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. വീണ്ടും പോയി ആ പ്രീവിയസ് ഡേ ഹൈയുടെ മേളിൽ പോയി ജസ്റ്റ് അടിച്ചു, തിരിച്ച് വീണ്ടും ഇറങ്ങാം. നമ്മൾ തിരിച്ച് ഇവിടെ എൻട്രി എടുക്കുന്നവർ കണ്ടു കഴിഞ്ഞാൽ എൻട്രി എടുക്കാം. വീണ്ടും ആ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് അത് ഹൈ അടിച്ചിട്ടുമില്ല. ഇവിടുന്ന് ഒരു എൻട്രി വീണ്ടും എടുത്താൽ 95 എൻ്റെ എടുത്താൽ വീണ്ടും നമുക്ക് 85 10 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ അതിനുശേഷം അനൂപ് എന്ന് പറയുന്ന ഷെയറിനകത്ത് വോളിയം കുറവാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. അത് ഫസ്റ്റിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, 3175 അടിച്ചു, നേരെ തിരിച്ച് 30 രൂപ പ്രോഫിറ്റ് വന്നു. വീണ്ടും തിരിച്ച് പോയി ഹൈ അടിച്ചു, വീണ്ടും തിരിച്ച് പ്രീവിയസ് ഡേ ഹൈയുടെ താഴോട്ട് വന്നു. ഇവിടെ 3175 എന്ന് 3108 വരെ വന്നു, 60 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് വന്നു. പിന്നെ ലാസ്റ്റ് ഇത് നമ്മൾ നോക്കണ്ട, 3 മണി കഴിഞ്ഞുള്ള ഒരു ട്രേഡും നമ്മൾ ഫ്രഷ് എൻട്രി എടുക്കത്തില്ല. അപ്പോൾ ഇതുപോലെ വേറെ 1-2 ഷെയറുകൂടെ നമുക്ക് ചാൻസ് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ നമ്മൾ നോക്കി ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടിയെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ, ലൈവ് മാർക്കറ്റിൽ നമ്മൾ അത് മൂവ്മെൻറ്റ് കണ്ട് പഠിക്കണം. പിന്നെ നമുക്ക് ആ ഒരു നമ്മുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവൂടെ കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. ചില സമയത്ത് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ നമ്മൾ പെട്ടെന്ന് ഡൗൺ ആയി പോകും. ഇനിയും അടുത്തെടുത്താൽ വീണ്ടും എൻട്രി എൻ്റെ ലോസ് ആയി പോകുമല്ലോ, അങ്ങനെ ചിന്തിക്കുകയോ ചെയ്തു. നമുക്ക് ചാൻസ് വന്നോ അന്നേരം എടുത്തേക്കണം ട്രേഡ്. നമ്മൾ എടുക്കാതിരിക്കുന്നതിനകത്തായിരിക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് ഡെയിലി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ചൊവ്വാഴ്ച നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.